സൈന, എന്താണ്? എന്താ സൈന? ഒന്നുമില്ല. വയസ്സ് 19 കഴിഞ്ഞില്ലേ, ചെറിയൊരു ക്ഷീണം, ചിലപ്പോ BP ഷുഗറോ എന്തെങ്കിലും ഉണ്ടാവും. ഇത്തിരി വെള്ളം കുടിക്ക്. നീ എന്തിനാ സൈന വയ്യെങ്കിൽ അടുക്കളയിൽ കയറിയത് രാവിലെ തന്നെ? അവിടെ മരുമകളില്ലേ, അവള് നോക്കില്ലേ കാര്യങ്ങള്? അവള് ഉറങ്ങി എണിച്ചിട്ടില്ലേ, അതാണ്. ചിലപ്പോ BP ഷുഗറോ എന്തെങ്കിലും ഉണ്ടാവും. എന്നാ ശരി, നീ എണീക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. മകന്റെ അടുത്ത് എന്താ പറയാ? അവൻ എന്ത് വിചാരിക്കും? നീ ഇങ്ങോട്ട് വാ, ആദ്യം റെസ്റ്റ് എടുക്കും. നോക്കീന്ന്, നമുക്കിത് വേണം ഈ വയസ്സാം കാലത്ത്. നാട്ടുകാരറിഞ്ഞാൽ കളിയാക്കില്ലേ, നമ്മൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? നമ്മുടെ മകനറിഞ്ഞാൽ അവന്റെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? അവന്റെ കല്യാണം കഴിയുന്നതല്ലേ, മരുമകള് അവളറിഞ്ഞ. ഞാനും അതാണ് ആലോചിക്കുന്നത്. നോക്കീന്ന്, നമുക്ക് ഈ കുട്ടിനെ വേണ്ട. എനിക്ക് ഇത്രയും വയസ്സായില്ലേ, എന്നെ കൊണ്ടാകില്ല. തെറ്റാണോ ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നിനക്ക് ഇത്രയും വയസ്സായില്ലേ, അതാണ് എന്റെ പേടിയേ. നീ കടന്നുറങ്ങ്, നാളെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ടേ നമുക്ക് കുട്ടിനെ വേണ്ടാന്ന് വെക്കുന്ന. ഡോക്ടർ ഇങ്ങനെ പറയുമ്പോ നമ്മൾ എന്താന്നും ചെയ്യുക? ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. ഡോക്ടർ പറഞ്ഞില്ലേ, അബോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ജീവൻ അപകടത്തിലാണെന്ന്. എനിക്ക് നിന്റെ ജീവനാണ് വലുത്. എന്താ അപ്പൊ അമ്മക്ക് വയ്യേ? ഹോസ്പിറ്റലിൽ പോയി എന്ന് ഷഹാന പറഞ്ഞു. എന്നിട്ടെന്താ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല? ഉമ്മാക്കേ ചെറുതായിട്ടൊന്ന് വയ്യ, അപ്പൊ ഡോക്ടർ അടുത്തേക്ക് പോയതാണ്. ഇതെന്താ റിപ്പോർട്ടാ? നോക്കട്ടെ. ഇതെന്താ പാപ്പ, ഉമ്മ പ്രഗ്നന്റ് എന്ന് എഴുതിയിരിക്കണ്? ഉമ്മ എന്താ പ്രഗ്നന്റ് ആണ്? സ്കാനിങ് റിപ്പോർട്ടും ഉണ്ടല്ലോ. നീ പറയണത് ഒന്ന് കേക്ക്. എന്ത് കേൾക്കാന്? അല്ല, എന്താ ഇവിടെ നടക്കണത്? എനിക്ക് വയസ്സായി 32. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് വയസ്സാൻ കാലത്ത് ഓരോന്നും എന്നെ കൊണ്ട് വെറുതെ ഓരോന്നും പറയിപ്പിക്കാൻ കണ്ട. നീ എന്താ കാണിക്കണത്? ഇതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചാണ്. ഇതൊക്കെ പടച്ചോൻ തീരുമാനിച്ചതല്ലേ? കാര്യം ഉറപ്പായല്ലോ. പടച്ചോന്റെ തലയിൽ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാല് ഉമ്മാനെ ഞാൻ തന്നെ നാളെ ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോവാ. ഈ കുട്ടിനെ എന്തായാലും നമുക്ക് വേണ്ട. തൽക്കാലം ഇപ്പൊ ആരും ഒന്നും അറിയണ്ട. നീ വിഷമിക്കണ്ട. എന്തായി പോയിട്ട് വേണ്ടാന്ന് വെച്ചാ? ഈ പ്രായത്തിലെ അബോർഷൻ കഴിയാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറയുക. റിസ്ക് ആണത്ര. റിസ്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, ചെയ്യാൻ പറയായിരുന്നില്ലേ? അതിന് മാപ്പ സമ്മതിക്കണ്ടേ? ഉമ്മാക്ക് എന്തെങ്കിലും ആയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. ഇവര് രണ്ടുപേരും എന്തിനുള്ള പുറപ്പാടാണ്? നാട്ടിലിറങ്ങി നടക്കണ്ടേ നമുക്ക്? അല്ലെങ്കിൽ ഈ പാപ്പക്ക് ഇത്തിരി ഓവറാണ്. ഞാൻ നോക്കിക്കോളാം, ഈ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത്രയും വയസ്സായില്ലേ എനിക്ക്? ഈ സമയത്ത് എനിക്ക് ഒരു അബോർഷൻ പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ നിന്റെ ജീവൻ അപകടത്തിലാവുന്നത്? പിന്നെന്താ നമ്മൾ കാണിക്കുക? നമുക്ക് അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാ. അപ്പോ ഈ കുട്ടിനെ പ്രസവിക്കാൻ പോവാണ് നിങ്ങളുടെ ഉമ്മ? നോക്കിയേ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടേ 3 വർഷം കഴിഞ്ഞു, നമുക്ക് കുട്ടികളുണ്ടായിട്ടില്ല. നാട്ടുകാരുടെ അടുത്ത് എന്താ മറുപടി പറയാ? എനിക്കറിയാം എന്ത് വേണമെന്ന്. അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ തീരുമാനം എന്താണ്? നിങ്ങളിങ്ങനെ ഈ വീട്ടിൽ നിൽക്കണതേ എനിക്ക് നാണക്കേടാണ്.
നിങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കൂട്ടിനെ ഒഴിവാക്കണം. എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഇപ്പൊ തന്നെ. എന്ത് എന്താട്ടാ നീ പറയുന്നത്? ഇതേ ഞാൻ ഉണ്ടാക്കിയ വീടാണ്. ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് ഇറങ്ങി പോകാനാ? അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇപ്പൊ ഈ വീട് എന്റെ പേരിലാണ്. എന്റെ പേരിലാക്കി തന്നത് നിങ്ങൾ മറന്നാ? അത് നിനക്കെന്താ ബിസിനസ് ചെയ്യാൻ പൈസ വേണമെന്നിട്ടല്ലേ ഞാൻ നിന്റെ പേരിലേക്ക് ആക്കി തന്നത്. ആ അപ്പൊ ഈ വീട് ഇപ്പൊ എന്റെയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കൂട്ടിനെ ഒഴിവാക്കണം. സൈന, നീ എണീക്ക്, എന്താ വെച്ചാൽ എടുക്ക്, നമുക്ക് ഇവിടെ നിന്ന് പോവാം. പോകാനാ? എവിടേക്ക്? നിന്നെ ഞാൻ നോക്കിയാ പോരെ, നീ എണീക്ക്. ഇങ്ങനെ ഈ വീട്ടിലിരിക്കുന്ന കാട്ടി നല്ലതേ നമുക്ക് പോണത് തന്നെയാണ്. അവന്റെ മനസ്സ് കണ്ടില്ലേ, അവന്റെ ഉമ്മർത്ത് വെച്ചിട്ട് തന്നെയല്ലേ ഡോക്ടർ പറഞ്ഞത് അബോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ആരോഗ്യത്തിന് പ്രശ്നമാണെന്ന്. അതും കൂടി അവൻ മനസ്സിലാക്കണ്ട. സൈന, നിന്നെ കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ വന്നിട്ട് തിരുമ്പിക്കോളാന്ന്. അതവിടെ വെക്കി, ഞാൻ തിരുമ്പിക്കോളാം. ആ നിങ്ങൾ വന്നാ? ഇന്നെന്തായിരുന്നു പണി? ഇന്ന് പെയിന്റ് അടിക്കലായിരുന്നു. നാളെയും കൂടി ഉണ്ടാകും അവിടെ പണി. അത് പിന്നെ വേറെ പണി നോക്കണം. എന്നാലും നമ്മുടെ മകൻ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. നീ അത് വിട്, അവന്റെ സംസാരം വെറുതെ സംസാരിക്കണ്ട. വെറുതെ നിന്റെ ആരോഗ്യം കളയാൻ വേണ്ടിട്ട്. നമുക്കിനി ഒരു കുട്ടിയും കൂടി ഉണ്ടല്ലോ, ചിലപ്പോ അതായിരിക്കും പടച്ചോന്റെ വിധി. അവനിക്ക് നാളെ മക്കളുണ്ടാവുമല്ലോ, ആ സമയത്ത് അവനിക്ക് മനസ്സിലാവും അവൻ നമ്മളെ കൊണ്ട് എന്താണ് ചെയ്തത് എന്ന്. എല്ലാം കഴിഞ്ഞു പോയി. എന്താണ് കാര്യം പറയും? അവൻ ചതിച്ചു നമ്മളെ. ആര്? ആ അരുണ്, ആ പട്ടി എന്നെ ചതിച്ച്. അവന്റെ ബിസിനസ്സിൽ ഞാൻ എന്റെ എല്ലാ പൈസയും ഇൻവെസ്റ്റ് ചെയ്തതായിരുന്നു. ഇപ്പൊ ആ പൈസയും കൊണ്ട് അവൻ മുങ്ങിയിരിക്കുന്നു. ഫോൺ വിളിച്ചതിന് എടുക്കണമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത്. ഈ വീട് പോലും ലോൺ ആക്കിയിട്ടാണ് ഞാൻ എന്റെ പൈസ എല്ലാം അവന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തത്. എല്ലാം പോയി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നീ നിന്റെ സ്വർണ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണയം വെക്കാൻ എന്താ? അത് പണയം വെച്ചിട്ടേ ഈ വീടിന്റെ ലോൺ കേട്ടിട്ടെ 2 മാസമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നമുക്കല്ലെങ്കിൽ ഇരിക്കാൻ വീടുണ്ടാവില്ല. എന്റെ സ്വർണ്ണ ഞാനും തരൂല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞാൻ എന്റെ സ്വർണം തരിക? നിങ്ങൾ സ്വന്തം ഉമ്മാനും വാപ്പാനും ഈ വീട്ടിൽ നിന്ന് അവന്റെ സ്വത്തുക്കളും വാങ്ങിയെടുത്തിട്ട് നിങ്ങൾ ഇറക്കി വിട്ടത്. അതുപോലെ എന്റെ സ്വർണം വാങ്ങിയിട്ട് നിങ്ങൾ നാളെ മേലാൾക്ക് എന്നെ ഇറക്കി വിടില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഞാൻ എന്റെ സ്വർണത്തിൽ തൊട്ട് കളിക്കൊന്നുമില്ല. അപ്പൊ നീയും ഇപ്പൊ എനിക്കെതിരായ? എല്ലാം എന്റെ ഉമ്മാന്റെയും അപ്പാന്റെയും ശാപമായിരിക്കും. അവര് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ അവർ കരഞ്ഞിട്ടാണല്ലോ ഇറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഗുണം പിടിക്കേണ്ടായത്. അത് പറഞ്ഞിട്ട് നിങ്ങൾ നിന്നോളി. എനിക്ക് നിങ്ങളുടെ കൂടെ കഷ്ടപ്പാട് അനുഭവിക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഇനിയിപ്പോ ഇരിക്കാനുള്ള ഈ വീടും പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂടെ എങ്ങനെ ജീവിക്കുക? അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. സൈന, ഇതാ ചുടുവെള്ളമായിട്ടുണ്ട്, കുട്ടിനെ കുളിപ്പിച്ചോ. നമുക്ക് കുളിക്കണ്ടേ? ഇതാ വാപ്പ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിന്ന് ആരാ അവിടെ വന്നിരിക്കണ നോക്കി. ആ നീയാ? എന്താ ഈ വഴിക്ക്? പാപ്പ എന്നോട് ക്ഷമിക്കണം, ഞാൻ മഹാപാപമാണ് ചെയ്തത്. ആ ഇപ്പോഴെങ്കിലും തിരിച്ചറിവുണ്ടായല്ലോ. നിന്റെ അനിയത്തിയാണ്. നീ കളയാൻ പറഞ്ഞ കുട്ടി. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്ക് ഞങ്ങളെ വേണ്ടണ്ടായാലും ഞങ്ങൾക്ക് അങ്ങനെ നിന്നെ മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ പറ്റി അന്വേഷിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഭാര്യ നിന്നെ വിട്ടു പോയില്ലേ? അത് അങ്ങനെ തന്നെടാ വരുള്ളൂ. വാപ്പയും ഉമ്മയും കൂടെ ഉണ്ടാവും എന്നും. പക്ഷെ വന്നു കയറിയ പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് നിങ്ങളുടെ കൂടെ വേണമെങ്കിലേ പൈസ വേണം, എന്നാലേ അവര് നിങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ.
ഈ വീട് വാടകയ്ക്കാണ്, അതുകൊണ്ട് ഈ വീടൊന്നും നിന്റെ പേരിൽ എഴുതി തരാനാവില്ല. ആ വീട് എഴുതി തന്ന പോലെ ഇനി ഞങ്ങൾ ജീവിക്കുന്നത് അന്നാള് കൂലിപ്പണിക്ക് പോയിട്ടാണ്. അതുകൊണ്ട് ഇനിയിപ്പൊ നിന്നെയും കൂടി നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഈ പ്രായത്തിലാവില്ല. നോക്കീന്ന് നീ ഉണ്ടാണ്ടിരിക്കെ. അവൻ ഏതവസ്ഥയിലാണ് നമ്മൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതെന്ന് നീ മറന്നാ? നിന്നെയും കൊണ്ടേ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോളേ എൻ്റെ നെഞ്ചിൽ തീയായിരുന്നു. ഈ അവസ്ഥയിൽ നിന്നെയും കൊണ്ട് ഞാൻ എവിടെ പോകും, എങ്ങനെ ജീവിക്കുന്നു? നീ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, സ്വന്തം മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. അവരിനെ വിഷമിപ്പിച്ചിട്ടേ ഏത് മക്കളും നേരാവില്ല. മനസ്സിലാവണ്ട? ആ കുട്ടിനെ കാട്ട്. ഞാൻ പോയിക്കോളാം വാപ്പ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പോണു.